അയ്യ വണക്കം. നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ അഭിമാനമാണ് നമ്മുടെ റഫേൽ ജെറ്റുകൾ എന്ന് പറയുന്നത്. ഈ റഫേൽ ജെറ്റുകളെ, അതായത് നമ്മുടെ ഇന്ത്യയുടെ റഫേൽ ജെറ്റുകളെ വെടിവെച്ചിടാനുള്ള ഒരു ബ്ലൂ പ്രിൻ്റ്, ഒരു ടെക്നിക്കൽ ബ്ലൂ പ്രിൻ്റ് പാകിസ്ഥാൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് പല ഭാഗത്തും ഉയരുന്നത്. ഇതിപ്പോൾ ഉയർന്നു വന്നതല്ല, 2023 മുതലേ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. ഈ ടെക്നിക്കൽ ബ്ലൂ പ്രിൻ്റ് പാകിസ്ഥാൻ എങ്ങനെയാണ് ലഭിക്കുന്നത്? പാകിസ്ഥാൻ ഇത് ആരാണ് കൊടുക്കുന്നത്? പാകിസ്ഥാൻ ഏത് രാജ്യമാണ് സഹായിക്കുന്നത്? തുർക്കിയാണോ? തുർക്കിയാണെന്നാണ് നമ്മൾ പലരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട് എന്ന് ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വെളിപ്പെടുത്തിയ ഒരു രാജ്യമുണ്ട്. അതാണ് നൺ അതർ ദാൻ ഞമ്മൻ്റെ രാജ്യം, ഖത്തർ. ഖത്തർ എന്ന് പറയുന്ന രാജ്യമാണ് പാകിസ്ഥാന് ഈ റഫേൽ ജെറ്റുകളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിശദ വിവരങ്ങളും, ഈ ജെറ്റ് ഇങ്ങനെയാണ് പറക്കുന്നത്, ഇങ്ങനെ പ്രവർത്തിക്കും എന്നുള്ള രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള പല നടപടിക്രമങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ നമ്മുടെ ഇന്ത്യൻ ജെറ്റായിട്ടുള്ള റഫേലിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള ബ്ലൂ പ്രിൻ്റ് പാകിസ്ഥാന് ഖത്തർ കൊടുത്തു. അതായത് ഖത്തറിന് റഫേൽ ഫ്ലീറ്റ് ഉണ്ട്. ഈ റഫേൽ എന്ന് പറയുന്ന വിമാനം ഡെസോൾട്ടിൻ്റെ ആണല്ലോ. ഈ ഡെസോൾട്ട് എന്ന് പറയുന്നത് പാരീസിൽ നമ്മുടെ ഫ്രഞ്ച് കമ്പനിയാണല്ലോ, ഫ്രഞ്ച് പ്രതിരോധ കമ്പനിയാണല്ലോ. അവിടെ നിന്നാണല്ലോ നമ്മൾ ഈ സാധനം ഇങ്ങോട്ട് മേടിക്കുന്നത്. അപ്പോൾ ഇവർ നമുക്ക് മാത്രമല്ല ഈ സാധനം തരുന്നത്, ഇവർ ആർക്ക് കൂടെ കൊടുക്കും ഈ സാധനം? ഈ സാധനം മറ്റു പല രാജ്യങ്ങൾക്കും ഇവർ വയ്ക്കും. അങ്ങനെ ഖത്തറിന് 2021 എൻ്റെ ഓർമ്മ, ഈ 2021 ഒരു 36 അതോ 80 എത്രയോ റഫേൽ, 36 80 വിട്ടുപോയി. അപ്പോൾ അത്രയും റഫേൽ ഇവരെന്ത് ചെയ്തു? ഖത്തറിന് കൊണ്ട് കൊടുത്തു. ഖത്തറിൻ്റെ കയ്യിൽ അത്രയധികം റഫേലുണ്ട്. പക്ഷേ നമ്മുടെ CD മുസൈൽ പറയുന്നത് പോലെ റഫേൽ തരാം, പക്ഷേ പറത്താൻ പാടില്ല. പിന്നെ എന്തിനാണ് സാർ തൂക്കിയിട്ടുണ്ട് നടക്കാനാണ് തോക്ക് എന്ന് പറയുന്നത് പോലെ യവന്മാർക്ക് ഇതിൽ വലിയ പരിജ്ഞാനമൊന്നുമില്ല എന്നാണ് ലോകരാജ്യങ്ങളെല്ലാം പറയുന്നത്. എന്തായാലും റഫേൽ ഖത്തറിലെത്തി. ഖത്തറിൽ ഈ റഫേൽ എത്തിയപ്പോൾ ഈ റഫേൽ എന്ത് ചെയ്തു? ഖത്തർ പാകിസ്ഥാൻ പട്ടാളക്കാരെ പരിശീലിപ്പിക്കാനായി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ പട്ടാളക്കാരെ റഫേൽ കാണാനായിട്ട് വിളിക്കുന്നു. പാകിസ്ഥാൻ പട്ടാളക്കാരെ റഫേലിൻ്റെ പിറകിൽ കയറ്റിയിരുത്തുന്നു. റഫേലിൽ പാകിസ്ഥാൻ വൈമാനികരുമായിട്ട് പറക്കുന്നു. ഏതാണ്? ഖത്തറിൻ്റെ റഫേൽ പറക്കുന്നു. അങ്ങനെ സകല ടെക്നിക്കൽ ആസ്പെക്റ്റുകളും ഈ റഫേലിനെ കുറിച്ചുള്ളത് ഖത്തർ പാകിസ്ഥാന് കൈമാറി എന്നുള്ള വിവരം പാകിസ്ഥാൻ വെളിപ്പെടുത്തുന്നത് എപ്പോഴാണ്? പാകിസ്ഥാൻ അത് പറയുന്നത് നമ്മുടെ ഇന്ത്യ മെയ് 6 ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. അതായത് മെയ് 6 രാത്രി, മെയ് 7 ആവും. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ നമ്മുടെ 2 റഫേലുകൾ ഇതാ പാകിസ്ഥാൻ വെടിവെച്ചിട്ടിരിക്കുന്നു. അതിപ്പോൾ 3 എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ അച്ചായൻ ഒരു ചാനലിൽ നിന്ന് ഇങ്ങനെ പൊളച്ചത് ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ മാത്യു സാമുവൽ അച്ചായൻ. അതായത് നമ്മുടെ റഫേലൊക്കെ തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. 6 റഫേൽ തകരുന്നു, 8 റഫേൽ തകർന്നു, അങ്ങനെ തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അപ്പോൾ ആ സമയത്ത് പാകിസ്ഥാൻ പറഞ്ഞത്, ഈ റഫേൽ, ഇത് ഈ പാകിസ്ഥാൻ ഈ സംഭവം പറഞ്ഞത് റഫേലിനെ തകർത്തു എന്നുള്ള ഈ സംഭവം പറഞ്ഞപ്പോൾ ഖത്തറിൻ്റെ ഒരു വെളിപ്പെടുത്തലൂടെ ഉണ്ടായി. അതായത് പാകിസ്ഥാൻ പട്ടാളക്കാരെ ഞങ്ങൾ റഫേലിൻ്റെ പിറകിലിരുത്തി പറത്തിയിട്ടുണ്ട് എന്ന് ഖത്തറിൻ്റെ ഒരു വെളിപ്പെടുത്തലൂടെ ഉണ്ടായി. ഇനി ഇതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. അതായത് ഖത്തറും UAE അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഫുൾ ഫ്രഞ്ച് ടെക്നോളജി പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബീജിങ്ങിന് കൊടുത്തു കാണും എന്നുള്ളൊരു ഭയവും യഥാർത്ഥത്തിൽ ഈ റഫേൽ കൈവശമുള്ള രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കും ആ ഭയം ഉണ്ടായിരിക്കണം. പക്ഷേ അത് ഇന്ത്യ ഒരിടത്തും തുറന്നു പറഞ്ഞില്ല, ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ക്ലോസർ ലുക്ക് എടുക്കാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചു. അതായത് ഈ സംഭവം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ, പാകിസ്ഥാൻ ഈ സാധനം കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് പരിശീലിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ ഇന്ത്യൻ സർക്കാർ ഒരു ക്ലോസർ ലുക്ക് എടുക്കാനുള്ള ഒരു തീരുമാനമെടുത്തു. ആ ക്ലോസർ ലുക്കിലാണ് നമുക്ക് മനസ്സിലായത് പാകിസ്ഥാൻ പറയുന്ന ഈ കാര്യം വളരെയധികം എക്സാജറേറ്റഡ് ആണെന്ന്. എക്സാജറേറ്റഡ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പറയുന്ന അത്രയും ഡെപ്തിലല്ല ഈ കാര്യം നടന്നിരിക്കുന്നത്. ഇത് എക്സാജറേറ്റഡ് ആണ്. പോരാത്തതിന് ഇത് ഒരു അൺഅപ്രൂവൽ അസേഷൻ മാത്രമാണ്. അതായത് വെറും ഭാവനാപരമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പാകിസ്ഥാൻ പറയുന്ന ഞങ്ങൾ ഇരുത്തി പറത്തി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അത് ഒരു അൺഅപ്രൂവൽ ആയിട്ടുള്ള ഒരു അസേഷനാണ്. പിന്നെ പോരാത്തതിന് ഈ സംഭവം എന്ന് പറയുന്നത് അഡ്വേഴ്സിയൽ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ്റെ ഭാഗമാണെന്ന് ഇന്ത്യ മനസ്സിലാക്കി. അതായത് ഇതൊരു ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ്റെ ഭാഗമാണ്. ഈ റഫേൽ എന്ന് പറയുന്ന വിമാനം ഉണ്ടല്ലോ, ആ വിമാനത്തിന് ലോകത്ത് ഭയങ്കര മാർക്കറ്റാണ്. ആ മാർക്കറ്റ് മെയ് 7 ആയപ്പോൾ അതിൻ്റെ ദുർബലത വെളിപ്പെടും എന്ന് കരുതിയിരുന്ന പല രാജ്യങ്ങളും, അതായത് ഇന്ത്യ റഫേൽ കൊണ്ട് പാകിസ്ഥാനെ അടിച്ചല്ലോ ഓപ്പറേഷൻ സിന്ദൂറിൽ. അപ്പോൾ പല രാജ്യങ്ങളും വിചാരിച്ചു ഇതിൻ്റെ ദുർബലത വെളിപ്പെടും. ഈ ദുർബലത വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഈ വിമാനം കൊള്ളില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് എന്ത് മാർക്കറ്റ് കൂടും. അങ്ങനെ മാർക്കറ്റ് കൂടുമെന്ന് കാത്തിരുന്ന രാജ്യങ്ങളുടെ എല്ലാം മുമ്പിൽ ഒരു വലിയ വെല്ലുവിളി ഉയർത്തി ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ റഫേൽ പറന്നുയർന്ന് പാകിസ്ഥാൻ്റെ എല്ലാ വ്യോമത്താവളങ്ങളും അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ട് റഫേൽ തിരിച്ചു വന്നു. ആദ്യം നമ്മൾ ഡമ്മി വിമാനമാണ് അയച്ചത്. ഇതൊക്കെ നമ്മുടെ ബുദ്ധിയാണ്. ഈ ഡമ്മി വിമാനം അയച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഒരു ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു ബാറ്റിലായിരുന്നു എന്നാണ് പല രാജ്യങ്ങളും പറയുന്നത്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി പഠിക്കാനായിട്ട് പല ആൾക്കാരും
കാര്യം വരുന്നത്. അങ്ങനെ ആദ്യം നമ്മൾ ഡമ്മി അയച്ചപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു അടാ വരുന്നടാ റഫേൽ അടിയടാ എന്ന് പറഞ്ഞു. അങ്ങനെ അടിച്ച് നേരെ ആ ഡമ്മി തകർക്കാനായിട്ട് പോയി. ഈ ഡമ്മി എന്ത് ചെയ്തു, ഈ കൃത്യമായിട്ട് ഈ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിനെ ഡിറ്റക്ട് ചെയ്തു. പറയാൻ നമ്മൾ റഫേൽ അയച്ചു മൊത്തം തകർത്ത് താഴെ ഇട്ടു. ഇനി അടുത്ത തവണ നമ്മൾ റഫേൽ അയക്കും, ആദ്യം തന്നെ ഡമ്മി അയക്കില്ല. അപ്പോൾ പറയും ഡമ്മിയാണ്, നമുക്ക് മിണ്ടാതിരിക്കാന്ന് പറയും. അടിച്ചണ്ണാക്കി ഇട്ടിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അവിടെ നടന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ റഫേൽ എന്ന് പറയുന്ന ആ വിമാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിനെ തകർക്കേണ്ടതിൻ്റെ ആവശ്യം പല ലോക രാജ്യങ്ങൾക്കുമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾ റഫേൽ തകർത്തു. എന്നിട്ട് പിന്നെ പാകിസ്ഥാൻ പറയുകയാണ് ഖത്തർ നമുക്കിതിന് പരിശീലനം തന്നു എന്ന്. ഖത്തർ പരിശീലനം കൊടുത്തു. അപ്പോൾ ഖത്തർ പറഞ്ഞു ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ പരിശീലനമൊന്നുമല്ല, ഒരു സംയുക്ത സൈനികാഭ്യാസം, പരിശീലനമൊന്നും ഈ വട്ടവളയിൽ നമ്മൾ കൊടുക്കൂല എന്ന് ഖത്തർ കൃത്യമായിട്ട് ഇന്ത്യയോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഖത്തർ പാകിസ്ഥാൻ പൈലറ്റ്സിന് റഫേലിൻ്റെ ബാക്ക് സീറ്റ് ഡ്രൈവ് കൊടുത്തു, മോക്ക് ഡോഗ് ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ബ്ലൂ പ്രിന്റ് തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. ഇപ്പോൾ 2026 ഈ സ്പിയേഴ്സ് ഓഫ് വിക്ടറി എന്നൊക്കെ പറഞ്ഞ ഒരു സംയുക്ത സൈനികാഭ്യാസം ഈ ഖത്തർ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സംയുക്ത സൈനികാഭ്യാസത്തിലേക്ക് ഇവനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഈ സംയുക്ത സൈനികാഭ്യാസം നമ്മൾ നടത്തുന്നത് എന്തിനാണ്? ഇതിൻ്റെ മുഴുവൻ ടെക്നിക്സും ഇവർക്ക് പറഞ്ഞു കൊടുക്കാനല്ല, മറിച്ച് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യം എന്ന് പറയുന്ന കാര്യം രൂപപ്പെടുത്താൻ മാത്രമല്ല അതൊന്ന് ശക്തിപ്പെടുത്താനാണ് ഈ സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഇന്ത്യ മഹാരാജാവേ എന്നാണ് ഖത്തർ ആ സമയത്ത് പറഞ്ഞത്. ഇനി ഇത് നേരെ ആരെടുത്തെത്തി? ഫ്രാൻസ് അല്ലാതെ പാരീസിലെത്തി. ഇന്ത്യ ഒരു നയതന്ത്ര കുറിപ്പ് അയച്ചു, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, മര്യാദയ്ക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് അയച്ചോളൂ എന്ന് പറഞ്ഞ് നേരെ എവിടെ പോയി? പാരീസിലേക്ക് പോയപ്പോൾ അവർ പറയുന്നത് ഒന്നും പേടിക്കാനില്ല, ഇതിൻ്റെ സകലമാന സെൻസിറ്റീവ് വിഷയങ്ങളും ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. അത് ലോക്ക് ചെയ്ത് ലോക്കറിലാണ്. ഇനി ഖത്തറല്ല അവൻ്റെ അപ്പൂപ്പം വിചാരിച്ചാൽ പോലും ഇതെടുത്ത് പാകിസ്ഥാന് കൊടുക്കുന്ന കാര്യം നടക്കില്ല എന്ന് കൃത്യമായിട്ട് ഇന്ത്യക്ക് അവർ ഉറപ്പ് തന്നു. സെൻസിറ്റീവ് വിഷയങ്ങളൊന്നും പുറത്തു പോകില്ല, റഫേലിൻ്റെ ഒരു പ്രതിരോധ സംഭവങ്ങളും പുറത്തു പോകില്ല എന്ന് അവർ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതൊരു ടെക് ട്രാൻസ്ഫർ അല്ല, അതായത് ഒരു ക്ലാസിഫൈഡ് ആയിട്ടുള്ള ടെക് ട്രാൻസ്ഫർ അല്ല, സാങ്കേതിക കൈമാറ്റമല്ല അവിടെ നടന്നത്, പക്ഷേ ഒരു ഇൻറ്റോപോർട്ടബിലിറ്റി സെഷൻ മാത്രമാണ്. അതായത് ഒരു സംയുക്തമായിട്ടുള്ള ഒരു സെഷൻ, സൈനികാഭ്യാസം മാത്രമാണ് നടന്നത്. യവൻ വലിഞ്ഞു കയറി പറയുകയെന്ന് ഞാൻ ഇവനെ എഴുതിക്കൊണ്ട് 2 റൗണ്ട് അടിച്ച് അത്ര മാത്രമേ നടന്നുള്ളൂ, അതിൽ കൂടുതൽ ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നും പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇനി അടുത്തതായിട്ട് 2024 ജനുവരിയിൽ 7 PAF അതായത് പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ J-10C പൈലറ്റുകളെ ഖത്തർ റഫേൽ പരിശീലനവും നടത്തി എന്ന് പറഞ്ഞപ്പോൾ ഖത്തർ അമീർ ഇവരെ പുകഴ്ത്തുന്നൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഖത്തർ അമീർ ഇവരെ പുകഴ്ത്തുന്ന ഒരു വിഷയം കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ലോകരാജ്യങ്ങൾക്കും സംശയം കൂടി. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് ഒരു തീവ്രവാദ രാജ്യമാണ്. അപ്പോൾ അവർക്ക് വിളിച്ച് ഖത്തർ പരിശീലനം കൊടുക്കുക, സ്വാഭാവികമായിട്ട് ഖത്തർ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്, അതിലൊന്നും യാതൊരുവിധ തർക്കമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ സ്ഥിതിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ പാരീസിന് നയതന്ത്ര കുറിപ്പ് അയച്ചു. അപ്പോൾ പാരീസ് കൃത്യമായിട്ട് പറഞ്ഞത്, ദസോൾട്ട് കൃത്യമായിട്ട് പറഞ്ഞെങ്കിൽ ഫ്രഞ്ച് പ്രതിരോധ വിദഗ്ധർ കൃത്യമായിട്ട് പറയുന്നു ഇതൊരു സംയുക്ത സൈനികാഭ്യാസം മാത്രമാണ്, അല്ലാതെ ഇതിൻ്റെ പ്രൊപ്രൈറ്ററി എയറോണിക്സിലോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടിലോട്ടോ എന്നും പാകിസ്ഥാന് കടന്നു കയറാൻ സാധിക്കില്ല, അതിനൊന്നും ആക്സസ് കൊടുത്തിട്ടില്ല എന്നവർ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പോരാത്തതിന് അങ്ങനെ ഇപ്പോൾ ആക്സസ് കൊടുത്താലും അവിടെയാണ് കളിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആക്സസ് കൊടുത്താലും എന്താ പ്രശ്നം? ഖത്തറിൻ്റെ കയ്യിലിരിക്കുന്ന റഫേലല്ല ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നത്, അതാണ് പോയിന്റ്. അതായത് ഖത്തറിൻ്റെ കയ്യിലിരിക്കുന്ന റഫേലല്ല ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നത്. ഇന്ത്യയുടെ റഫാൽ മോഡൽ എന്ന് പറയുന്നത് റഫാൽ ഐ, അതായത് ഇന്ത്യൻ കോൺഫിഗറേഷനാണ്. ഇത് രണ്ടും ഗജാന്തരം വ്യത്യാസമുള്ള സെറ്റപ്പാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് കസ്റ്റം ചെയ്ത റഫേലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ കസ്റ്റം ചെയ്ത റഫേൽ ഇന്ത്യയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രത്യേകത അതിൽ സ്പെക്ട്ര EW സിസ്റ്റം മുതൽ ഇസ്രയേലി ഹെൽമറ്റ് ഡിസ്പ്ലേ മുതൽ ഇന്ത്യൻ മിസൈൽ ഇൻ്റഗ്രേഷൻ, അതായത് അസ്ത്ര, ഹാമർ, സ്കാൽപ്പ് മിസൈലുകൾ ഘടിപ്പിക്കാനുള്ള സാധ്യതകൾ മുതൽ അനന്തമായിട്ടുള്ള സാധ്യതകളാണ് അതിനകത്ത് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അവന്മാർക്ക് എന്തായാലും കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ. അപ്പം നമുക്കായിട്ട് ഓൾട്ടർ ചെയ്ത ഒരു റഫേലാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്ത ഇന്ത്യ ചെയ്യാൻ പോകുന്നത് ഈ റഫേലിനെ ഇന്ത്യ എന്ത് ചെയ്യും? ഇന്ത്യയുടെ വിമാനമാക്കി മാറ്റും. അതായത് S-400 നമുക്ക് റഷ്യ തരുമ്പോൾ അതിൻ്റെ സോഴ്സ് കോഡ് കൂടിയാണ് റഷ്യ തരുന്നത്. റഫേലിനോട് നമ്മൾ ചോദിച്ചു, പക്ഷേ റഫേൽ പറഞ്ഞു അങ്ങനെ സോഴ്സ് കോഡ് തരാം, പക്ഷേ കുറച്ച് വർഷം കൂടെ കഴിയട്ടെ. ഓക്കെ ശരി, പക്ഷേ റഫേൽ ഇവിടെ നിർമ്മിക്കാം, അതായത് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ തരാം, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിർമ്മിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിച്ചോ, സോഴ്സ് കോഡ് തരാം എന്നാണ് ഫ്രാൻസ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഖത്തർ എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാൻ ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഈ ഒരു ആരോപണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും നമ്മുടെ രാജ്യത്തെ പ്രതിരോധ വിദഗ്ധന്മാർക്കിടയിലും അതിഭീകരമായിട്ട് അലയടിക്കുന്നുണ്ട്.
നമ്മുടെ രാജ്യത്തിൻ്റെ വ്യോമസേനയെ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തുടങ്ങാൻ പോകുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യാനും നമ്മുടെ രാജ്യത്തെ വ്യോമസേനയെ കരിവാരി തേക്കാനുമായിട്ട് ചില ഊളകൾ ഇറക്കുന്ന വെറും കഥകൾ മാത്രമാണ് ഇത് എന്നാണ് ഇപ്പോൾ പല പ്രതിരോധ സൈറ്റുകളും യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം, ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പോലും നിങ്ങൾക്കറിയാമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇനി എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ പറയാം യഥാർത്ഥത്തിൽ നടന്നത് ഈ സംഭവമാണ്, അല്ലാതെ ആ സംഭവമല്ല എന്ന്. അപ്പോൾ ശരി.